തറാവീഹ് നിസ്കാരത്തിലൊക്കെ ഇമാമിൻ്റെ കൂടെ കൂടുന്ന സമയത്ത് ഒരുപാട് സുന്നത്തുകൾ നമ്മൾ നഷ്ടപ്പെടുത്തി കളയാറുണ്ട്. ഇമാം ഫാത്തിഹ ഓതുന്ന സമയത്ത് നമുക്ക് നിയ്യത്ത് ചെയ്ത് വജ്ജഹത്ത് പരിപൂർണമായി ഓതാനുള്ള സമയമുണ്ട്. ഇനി വജ്ജഹത്ത് പരിപൂർണമായിട്ട് ഓതാൻ കഴിയില്ലെങ്കിൽ അതിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നതാണ് സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹി വബിഹംദിഹി. ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക് ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള തസ്ബീഹുകളെങ്കിലും ചുരുങ്ങിയത് ചൊല്ലിയിട്ട് ആ വജ്ജഹത്തു നമുക്ക് വീണ്ടെടുക്കാൻ കഴിയണം. ആ ഇമാം ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫാത്തിഹൻ്റെ കോലം ഇവിടെയൊക്കെ പിന്നെ ഖത്മ് തീർക്കുന്നത് കൊണ്ട് നമുക്ക് ധാരാളം ഓതാൻ സമയം ഉണ്ടാവും. മറ്റു ചില പള്ളിയിലേക്കാണ് പോയാൽ വലല്ലാലീൻ ആമീൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് ഇങ്ങനെ ഓതും. എന്നിട്ട് അല്ലാഹു അക്ബർ എന്ന് പറയും. അപ്പോൾ ഇയാളെ ഫാത്തിഹ കൂടി ആ കൊളായിട്ടുണ്ടാവും. ഇങ്ങനെ വെച്ചപ്പാടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാച്ചിൽ ഇങ്ങനെ നോക്കിയിട്ടുണ്ടാവും. അങ്ങനെ നേരത്തെ കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് കമേൻ്റ് അയാൾ ആൾ ഉഷാറാട്ടെന്നറിയും. ഇമാമിന് എന്ത് കിട്ടിയൊരു ക്രെഡിറ്റ് കിട്ടി. എന്താ ഇമാമിൻ്റെ അവസ്ഥ? എല്ലാവരും നിസ്കാരം കൊളാക്കി എന്നുള്ള ക്രെഡിറ്റ് അല്ലേ? നിസ്കാരം കംപ്ലീറ്റ് ബാത്തിലാക്കി, അയാളെ നിസ്കാരം കൊളാക്കി, അയാളെ തുടർന്ന മമ്മികളെ നിസ്കാരം കൊളാക്കി. അങ്ങനെ ആവാൻ പാടില്ല. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. വളരെ സൂക്ഷിക്കണം, വളരെ പേടിക്കണം. തറാവീഹ് എന്ന് പറഞ്ഞാൽ തന്നെ അത് അല്പം ഒന്ന് ആശ്വാസമൊക്കെ എടുത്തിട്ട്, തറാവീഹ് എന്ന് പറഞ്ഞാൽ തന്നെ റാഹത്ത് എടുക്കുക എന്നാണ്. ആ റാഹത്ത് എടുത്തുകൊണ്ടുള്ള നിസ്കാരമാകുമ്പോൾ കുറേ സമയം നിന്ന് റുക്കൂ ചെയ്ത് കുറേ സമയം സുജൂദിൽ കിടന്ന് ഇങ്ങനെ സലാം വീട്ടിയതിന് ശേഷം കുറച്ച് നേരം ഒരു ഇസ്തിറാഹ, എന്നിട്ട് വീണ്ടും എഴുന്നേറ്റ് നിന്ന് ആ എഴുന്നേറ്റിരിക്കുന്ന സമയത്തൊക്കെ ഇമാമിൻ്റെ കൂടെ തന്നെ എഴുന്നേറ്റിരിക്കണം. ചില ആൾക്കാർ വിചാരിക്കും മുപ്പരെ ഏതെങ്കിലും ഇപ്പോൾ തിരിയാനായി കുറച്ചും കൂടി കയ്യോലോ കൊണ്ട് എത്താൻ. അതുകൊണ്ട് ഇമാമാണ്ട് എഴുന്നേറ്റ് നിന്നാലും ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് അയാൾ ഫാത്തിഹ ഓതി സൂറത്ത് കയ്യാ നേരത്തെ ആ സൂറത്തിൻ്റെ വാലിൻ്റെ അവിടെ എഴുന്നേറ്റ് നിൽക്കണം. എന്തൊക്കെ അത് കയ്യെട്ടലും പിന്നെ ഇമാമിൻ്റെ റുക്കൂക്ക് പോയി റക്കായത്ത് കിട്ടിപ്പോൾ. കാരണം റുക്കൂക്ക് കിട്ടിയാൽ പിന്നെ റക്കായത്ത് കിട്ടിയല്ലോ. ആ ചങ്ങായക്ക് റക്കായത്ത് കിട്ടുമല്ലോ കേട്ടോ. അങ്ങനത്തെ ഒരു കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. മൻ അദറക്ക റുക്കൂഅ ഫഖദ് അദറക്ക റക്അ എന്നുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഒരാൾ റുക്കൂഇനെ എത്തിച്ചാൽ, ഇമാമിനെ റുക്കൂയിൽ എത്തിച്ചാൽ അയാൾ റക്അത്ത് എത്തിച്ചു എന്നാണ് പറഞ്ഞത്. ആര്? അവിടെ ഇങ്ങനെ കുത്തിരിക്കട ചങ്ങായി ഇങ്ങനെ കുറേ സമയം കാത്തി നിന്നിട്ട് ഇമാം ഇങ്ങനെ സൂറത്ത് ഓതി കയ്യാതെ എത്താണ്ട് നിൽക്കുക, എന്നിട്ട് കൈ കെട്ടിയിട്ട് റുക്കൂയിൽ കൂടുക. ഇപ്പോൾ റക്അത്ത് കിട്ടി. അങ്ങനെയല്ല, അയാൾക്ക് റക്അത്ത് കിട്ടൂല. കാരണം അള്ളാഹ്ക്കറിയാം ഇയാളിങ്ങനെ വെറുതെ മടിയനായി കുത്തുന്നതാണ്, മടിയനായിട്ടിരുന്നതാണല്ലോ. ആ വരുന്നതാരാണ്? കുറച്ച് നേരം വെക്കിയിട്ട് ഒരാൾ ജമാഅത്തിൽ എത്താൻ വേണ്ടി ഓടി വരികയാണ്. ജമാഅത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് വേഗം വരികയാണ്. അങ്ങനെ വന്ന് നോക്കുമ്പോൾ ഇമാമിൻ്റെ സൂറത്ത് കഴിഞ്ഞിട്ട് റുക്കൂക്കാണ് പോകാനേക്കണ്. ആ സമയത്താണ് മൂപ്പരെത്തിയത്, സൊഫിലെത്തിയത്. സൊഫിലിൻ്റെ എത്തിയ സമയത്ത് ശരിക്കും നിന്ന് നിയ്യത്ത് ചെയ്ത് ആ സമയത്ത് ഇമാം അല്ലാഹു അക്ബർ തന്നെ റുക്കൂ ചെയ്തിട്ടുണ്ട്. ഇയാൾ നിന്നിട്ട് തക്ബീറത്തുൽ ഇഹ്റാം നിയ്യത്ത് ചെയ്ത് തക്ബീറത്തുൽ ഇഹ്റാം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞതിന് ശേഷം വീണ്ടും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കുനിഞ്ഞിട്ടൊരു സുബ്ഹാനല്ലാഹ് എന്ന് പറയാനുള്ള അവസരം കിട്ടിയെങ്കിലും അപ്പറക്കാലത്ത് കിട്ടിയെന്ന് അതിൻ്റെ അർത്ഥം. അല്ലാണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന ആൾ കുറേ നേരം വെറുതെ ഇരുന്നിട്ട് അപ്പാണ് വന്നിട്ട് കൈ കെട്ടുക, എന്നിട്ടാണ് റുക്കൂക്കാണ് പോകുക, എന്നിട്ട് റക്കായത്ത് കിട്ടുക. അതൊന്നും കിട്ടുമല്ലോ കേട്ടോ. അത് റക്കായത്തൊന്നും അല്ല കിട്ടൽ. അത് വളരെയധികം ശിക്ഷയ്ക്ക് കാരണമായി തീരും. തുസല്ലി ബിലാ ഖൽബിൻ സ്വലാത്തൻ ബിമിസ്ലിഹാ എന്നല്ലേ മഹാന്മാർ പഠിപ്പിച്ച്. ഇന്ന് ഈ രൂപത്തിലുള്ള നിസ്കാരക്കാർക്ക് പ്രതിഫലത്തിന് പകരം കഠിനമായ ശിക്ഷയായിരിക്കും, ശിക്ഷയ്ക്ക് പാത്രീഭൂതരായി തീരും. അതുകൊണ്ട് സൂക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, ഫാത്തിഹ നമ്മൾ ഓതുമ്പോൾ അത് ശ്രദ്ധിക്കണം. അത് സാവകാശം ഖുർആൻ ഓതുമ്പോൾ വലിയ പുണ്യമാണ്. അതേസമയത്ത് സ്പീഡിൽ ഓതാനും നമ്മൾ പഠിച്ചിരിക്കണം. ഇപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മീനാണോ മാന്നാണോ മൂന്നാണോന്ന് വെച്ചാൽ ചിലപ്പോൾ ഞാൻ ഇതിരേ നോക്കിയിട്ടില്ല കേട്ടോ, അല്ലേ? ഞാൻ റഹീം എന്നാണ് പറയാറുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അങ്ങനെയൊക്കെ പറയാം. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അത് മീനാണോ മൂന്നാണോ മാന്നാണോ ഓർമ്മയില്ല. എന്നാൽ അതൊക്കെ പഠിക്കാൻ പറ്റുന്ന നല്ലൊരു അവസരമാണ് തറാവീഹ് നിസ്കരിക്കുമ്പോൾ. ഹാഫിളീങ്ങളൊക്കെ ഓതുമ്പോൾ ഫാത്തിഹ ഒക്കെ ചിലപ്പോൾ ചേർത്ത് ഓതും. ഫാത്തിഹ ചേർത്ത് ഓതലെങ്ങനെയാണ്? എന്തോ ഒരു ശ്വാസം വിട്ടിട്ടുള്ള ഓത്തല്ല. നമ്മളൊക്കെ ചിലപ്പോൾ നിസ്കാരത്തിന് നേരം വൈകിയാൽ ജമാഅത്ത് ഒരു നിസ്കാരത്തിൻ്റെ ടൈം അവസാനിക്കാനായിട്ടുണ്ട്, അടുത്ത നിസ്കാരത്തിൻ്റെ വാങ്ങി വിളിക്കാനായിരിക്കുന്നു. ആ സമയത്തൊന്നുള്ള നിസ്കാരം എങ്ങനെയാണ്? സുബ്ഹാനല്ലാഹ് അണ്ട് കൈയിട്ട് അല്ലാഹു അക്ബർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം അല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹ്. ഇതെന്തൊരു നിസ്കാരമാണ്, ഇതെന്തൊരു ഫാത്തിഹയാണ്. നമ്മളെക്കുറിച്ച് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഉണർത്തുന്നത്. ഇത് ഫാത്തിഹ അല്ല. ആ നിസ്കാരം മൊത്തത്തിൽ എന്തായിപ്പോയി? നട്ടത്തിലായിപ്പോയി. മല്ലം യഖറ ബിഫാത്തിഹത്തിൽ കിതാബ് ലാ സ്വലാത്ത ലിമൻ ലം യഖറ ബിഫാത്തിഹത്തിൽ കിതാബ്.
ഫാത്തിഹ ഓതാത്തവന് നിസ്കാരമല്ല എന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ഫാത്തിഹയാവട്ടെ ഖുർആനിലെ പ്രധാനപ്പെട്ട ഒരു സൂറയാണ്, ഖുർആൻ്റെ ഉമ്മയാണ്. ആ ഫാത്തിഹ തജ്വീദ് അനുസരിച്ച് തന്നെ ഓതണം. സമയമുണ്ടെങ്കിൽ തർത്തീലായിട്ട് എങ്ങനെ ഓതുക? സമയമുണ്ടെങ്കിൽ നിയ്യത്ത് ചെയ്ത് അല്ലാഹു അക്ബർ പറഞ്ഞു വജ്ജഹത്ത് ഓതി, എന്നിട്ട് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ മെല്ലെ ഓതുമ്പോഴങ്ങനെ. വർക്ക് ഓതുമ്പോൾ ചിലപ്പോൾ ഒന്നും കൂടി തർത്തിയിലായി, ഇമാമക്കാകുമ്പോൾ കുറച്ചും കൂടി സാവകാശമാണ് ഓതൽ. വേഗം ഓതേണ്ടി വന്ന് സമയം വൈകുന്നുണ്ട്, അല്ലെങ്കിൽ ഇമാമിൻ്റെ കൂടെ എത്രയെങ്കിലും വേഗം ഫാത്തിഹ ഓതി തീർക്കണം. അവരെങ്ങനെയാണ് ഓതേണ്ടത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഇതാണ് വേഗം ഓതുന്ന ഫാത്തിഹ. നമ്മളെങ്ങനെ ഓതുക? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഒന്നിനും വാലില്ല, ഒരൊറ്റ ഒന്നിനും വാലില്ല, എല്ലാ വാലും മൂടപ്പെട്ടു പോയി. അപ്പോൾ ഖുർആൻ എന്തായി? അപഹരിക്കുന്ന ആളായി, ഖുർആനെ കക്കുന്ന ആളായി മാറി. അപ്പോൾ അത് സൂക്ഷിക്കണം. എങ്ങനെ ഓതണം? ചേർത്ത് ഓതേണ്ടത് എങ്ങനെയാണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി. എന്താ മിൽഹംദു പഠിച്ചോനെ? അതെന്താ ചേർത്ത് ഓതുമ്പോൾ അങ്ങനെയാണ് നിയമം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി എന്ന് പറയില്ല. ശ്വാസം മുറിക്കുമ്പോഴാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് സുക്കൂൻമ നിർത്തേണ്ടത്. അല്ല എങ്കിൽ റഹീമിൽ ഹംദു എന്ന് ചേർത്ത് ഓതണം. ഇങ്ങനെ ഓരോ വിഷയത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കണം. മിനിമം ഒരു ഫാത്തിഹ സൂറത്തെങ്കിലും സാവകാശവും വേഗവും ഒക്കെ ഓതാനുള്ള നിയമങ്ങളൊക്കെ പഠിച്ച് മര്യാദയനുസരിച്ച് കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യാനും നിസ്കാരങ്ങളും അതുപോലെ നോമ്പും മറ്റ് അമലുകളെല്ലാം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി നിർവഹിക്കാൻ വേണ്ടി നാം ശ്രമിക്കണം. അതിന് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നോമ്പൊക്കാവുമ്പോൾ ശാരീരികമായ ക്ഷീണങ്ങൾ എന്തായാലും ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് നിങ്ങൾ പൊരുത്തപ്പെടണം. തൽക്കാലം നിർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി